ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒന്നുകൂടി ഞാൻ എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ട രണ്ട് വ്യക്തികളെ കുറിച്ചാണ്. ഒന്ന് നമ്മുടെ സജിത്ത് MS എന്ന് പറഞ്ഞൊരു ബ്രോയും, പിന്നെ ASM എന്ന് പറഞ്ഞൊരു ബ്രോയും. രണ്ടുപേരും എനിക്ക് 40 റുപ്പീസ് സൂപ്പർ ചാറ്റ് ചെയ്ത് തന്നിക്കണു. അത് സൂപ്പർ ചാറ്റായിട്ട് ഞാൻ കാണുന്നില്ല, വിഷു കൈനീട്ടമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ബോത്ത് ഓഫ് യു ഗൈസ് വെരി ബിഗ് താങ്ക്സ്. പിന്നൊരു സ്പെഷ്യൽ മെൻഷൻ ഉള്ളത് മുബീന ഫൈസൽ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് ബർത്ത്ഡേ ആണ് വിഷ് ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കമൻറ്റിൽ കണ്ടിരുന്നു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിപ്പോൾ മുബീന ഫൈസൽ എന്ന അക്കൗണ്ടിൻ്റെ പേര് കണ്ടു, പേരെന്താണെന്നും പറഞ്ഞില്ല. അപ്പോൾ ഇത് ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാവരും ആ വ്യക്തിക്ക് ഒരു ബർത്ത്ഡേ വിഷ് ചെയ്തല്ല. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ വുഡാങ് സെക്ടത്തെ എൽഡറായ വൈസ് വണ്ണാണ് യോണിൻ്റെ ഫോളോവേഴ്സിൻ്റെ രണ്ട് ടീമിനെയും വന്ന് രക്ഷിച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഇപ്പോൾ തന്നെ ചെയ്യുക. ലാസ്റ്റൊക്കെ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ മറന്നു പോകും. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വുഡാങ് സെക്റ്റിനെ കുറിച്ച് ചെറിയൊരു ഇൻഫർമേഷനാണ് നമുക്ക് തരുന്നത്. ഈ സൊസൈറ്റിയിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് 5 മാസ്റ്റേഴ്സ് ഉണ്ട്. അവർക്ക് കീഴിൽ 9 മാർഷൽ ആർട്ടിസ്റ്റുമാരും ഉണ്ട്. അവരാവും നെക്സ്റ്റ് ജനറേഷൻ മാസ്റ്റേഴ്സ് എന്നൊരു റൂമറുണ്ട്. അവർ വിളിക്കുന്നത് ഹൈഡ്ര എന്നാണ്. അവരിൽ വുഡാങ് ഷോടുത്ത വൈസ്വണ്ണാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാസ്റ്റർ. അദ്ദേഹം ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾക്കിവിടെ എത്താൻ കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഡിവൈൻ ഫിസിഷ്യനെ ഞങ്ങൾക്ക് കൺവിൻസ് ചെയ്യാനേ പറ്റുന്നില്ല. അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ ഇതിലെന്തോ ഒരു ഹിഡൻ റീസൺ ഉള്ള പോലെ തോന്നുന്നുണ്ട്. എന്തായാലും വുഡാങ് ഷോഡുകാർക്ക് നമ്മൾ ആരാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിൽ സന്തോഷം. നമുക്കാണെങ്കിൽ 2 എവല്യൂഷണറി റെലം മാസ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കാൻ അവൻ എത്ര ടൈം എടുക്കും? ഒരു പക്ഷേ അവൻ ഓൾറെഡി നമ്മളെ മനസ്സിലായിട്ട് നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെങ്കിലോ? അങ്ങനെയാണ് ആ കോണ്ടാക്റ്റ് കട്ടായത്. ഓക്കേ, ആ ഓണറായി നടക്കുന്ന ഓൾഡ് മാനും അവൻ്റെ ഗ്രൂപ്പും ഈ അബാൻഡൻഡ് സ്വാഡ് വാലിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. നമുക്ക് എന്തുകൊണ്ട് നോബിൾ ഷൂക്ക് ഫാമിലി ഹൗസൊക്കെ വുഡാങ്ങൊക്കെ മാറിക്കൂടാ? ഡിവൈൻ ഫിസിഷ്യന് ആ പ്രിൻസിപ്പിൾസൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തുകൊണ്ട് തന്നെ ഇനി ഇതുപോലെ ഒരു സ്ഥലത്ത് മാത്രമായി നിൽക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയായാലും നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള സ്ഥലം അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് സമയം മാത്രമേ വേണ്ടി വരുള്ളൂ അവർക്ക് ഇങ്ങോട്ട് എത്താൻ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മൂവ് ചെയ്യണം. പക്ഷേ നിങ്ങൾ എന്തിനാണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ പോയത്? അവരെന്തായാലും ഒന്നുകിൽ ഡിമോണിക്കാൾട്ടത്തെ ആൾക്കാരാവും, അല്ലെങ്കിൽ ഏതെങ്കിലും വില്ലനസ് അഫിലിയേഷനുള്ള ആൾക്കാരായിരിക്കും. അദ്ദേഹം പറഞ്ഞത് ശരിയാ. മാസ്കിനുള്ളിൽ തൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ച അയാളെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സസ്പീഷ്യസ് ആണ്. അവർക്കും ഡിവൈൻ ഫിസിഷ്യനെ വേണമെന്നാണ് പറയുന്നത്. ഒരു ഗ്രൂപ്പിനെ വെച്ച് മറ്റൊന്നിൻ്റെ കൺട്രോൾ എടുക്കുക. നമ്മൾ ഇവരെ ഷീൽഡാക്കി യൂസ് ചെയ്ത് അവരെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഡിവൈൻ ഫിസിഷ്യനെ മൗണ്ട് വുഡാങ് കൊണ്ടുപോകും. പിന്നെ നമ്മളെ കാണിക്കുന്നത് യോണ് വീണ ക്ലിഫാണ്. അവിടെ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു എനർജി ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നോക്കുമ്പോൾ യോണാണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവൻ്റെ ആ സോഡൊക്കെ വെച്ചിട്ട്. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞോ? ഇതെന്തായാലും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഒരു കംപ്ലീറ്റഡ് മാർഷൽ ആർട്സ് ടെക്നിക്ക് മാസ്റ്റർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്ത എന്നെപ്പോലെയല്ല. ഫൗണ്ടിങ് ഹെവൻലി ഡീമിന് സുപ്രീം സേബർ ഗോഡിൻ്റെ ടെക്നിക്ക് എൻലൈറ്റ് ചെയ്ത് എന്തൊക്കെയോ പുതിയതായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും അത് അവസാനത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതായിരിക്കും ബോഡിയുടെ ലിമിറ്റ്. നിങ്ങളിനി മാർഷൽ ആർട്സിന് വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് ബോഡി ആയിട്ടാണ് ജനിച്ചതെങ്കിൽ പോലും ഹ്യൂമൻസ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റ് എപ്പോഴും ഉണ്ടാവും. സോ ഇതിൻ്റെ കൺക്ലൂഷന് ഇമ്പോസിബിളാണ്. പക്ഷേ ഞാൻ കുറച്ച് ഡിഫറൻറ്റാണ്. ഹ്യൂമൻ കപ്പാസിറ്റിനെ സർപ്പാസ് ചെയ്യണ അത്ര ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഫൗണ്ടിങ് ഹെവൻലി ഡീമൻ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി മാത്രമായിട്ടുണ്ടാക്കിയ മൂവ്മെൻറ്റ്സ് വരെ എനിക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും പോസിബിളാണ്. ഇതിൽ മോസ്റ്റ് ഡിഫിക്കൽട്ടായിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കല്ല. സോ ഫൗണ്ടിങ് ഹെവൻലി ഡീമൻ ഓൾറെഡി ചെയ്തത് ബേസ് ചെയ്തിട്ട് വേണം എനിക്കിത് രണ്ടും കമ്പൈൻ ചെയ്യാൻ. ബേസിക്കലി ഞാനിപ്പോൾ ഇവിടെ ഒരു പുതിയ മൂവ്മെൻറ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. കാരണം ഒറിജിനലായിട്ടുള്ള ഹെവൻലി ഡീമൻ സോഡായിട്ട് ഓൾറെഡി പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നാനോടെ സിമുലേഷൻ യൂസ് ചെയ്ത് യോണാണെങ്കിൽ ആ സോഡ് ടെക്നിക്കൊക്കെ അനലൈസ് ചെയ്തു. പക്ഷെ അവനാണെങ്കിൽ അവൻ്റെ ലിമിറ്റിനൊക്കെ മാറ്റി വെച്ച് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് ട്രൈ ചെയ്തത്.
അവൻ കൗണ്ട്ലെസ് മെത്തേഡ് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. പക്ഷെ എല്ലാം പരാജയപ്പെട്ടു. ഹെവൻലി ഡീമൻ്റെ സോഡായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണോണ്ട് തന്നെ അവന് കംപ്ലീറ്റ്ലി എക്സ്ഹോസ്റ്റ് ആയി. പക്ഷേ പെട്ടെന്നാണ് അവന് എന്തോ ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തത്. ശരിയാണ്, ബേസിക് സോഡ് ടെക്നിക്കിൻ്റെ എല്ലാ പാർട്സും എനിക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ബാലൻസ് ബ്രോക്കനായ ചില പാർട്സൊക്കെ പുറത്താക്കുന്നതാണ് കറക്റ്റ്. എന്നെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യണതിൽ ഒരു ഫ്രീഡം ഇല്ല. ഫ്രീഡം വേണ്ടത് ബാലൻസിലാണ്. സ്വയം തടവിലാവണതിന് പകരം തുറന്നു കൊടുത്താൽ മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. ആ ഒരു മൊമെൻറ്റിൽ തന്നെ എന്തോ സർപ്രൈസ് ആവണ കാര്യം യോണിന് സംഭവിച്ചു. എവല്യൂഷണറി റലം, അത് നിങ്ങൾക്ക് മുമ്പ് സംഭവിച്ച പ്രോസസ്സ് യൂണിഫിക്കേഷൻ ചെയ്തിട്ടാണ് അച്ചീവ് ചെയ്യുക. എവല്യൂഷണറി റലം റീച്ച് ചെയ്തൊരു മാസ്റ്റർക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ ഇന്നർ എനർജിയും യൂണിഫൈ ചെയ്യാൻ ക്യാപ്പബിളാണ്. പക്ഷേ കീ കൺട്രോൾ ചെയ്ത് അതിനേക്കാളും ഹയ്യർ ആയിട്ടുള്ള ഒരു ലെവലിൽ നിങ്ങൾ എത്തണം. എങ്കിലേ നിങ്ങൾക്ക് ഫ്രീ ആവാൻ കഴിയുള്ളൂ. ഇൻസൈഡിൻ്റെ ഔട്ട്സൈഡിൻ്റെ ഇടയിലൊരു ബാലൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കീ ഫ്രീ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും. മാർഷൽ ആർട്ടിസ്റ്റുമാർ ഇതിനെ വിളിക്കുന്ന പേരാണ് മിസ്റ്റിക് റലം. ആ ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ നമ്മുടെ യോൺ എത്തിയിരിക്കുന്നത്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഡിവൈൻ ഫിസിഷ്യൻ്റെ ഷെൽട്ടറാണ്. നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചത്? ഞാനൊരു ബിസി ആയിട്ടുള്ള ആളാണ്. നിങ്ങൾക്കൊരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. മെസ്സേജോ? എന്ത്? പുലർച്ചെയോ അല്ലെങ്കിൽ രാവിലെ നമ്മൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ലീവ് ചെയ്യണം. ലീവ് ചെയ്യേ? നിങ്ങൾ പറയുന്നത് അബാൻഡൻസ് സ്വാഡ് വാലിയിൽ നിന്ന് ലീവ് ചെയ്യണ കാര്യമാണോ? അതെ. അതല്ലല്ലോ നമ്മൾ അഗ്രി ചെയ്ത കാര്യം. നിങ്ങളുടെ കണ്ടീഷൻ ഹീഡ് ചെയ്തതിന് പകരമായിട്ട് ഞാനിവിടെ റിസർച്ച് നടത്തണം എന്നായിരുന്നു. പിന്നെ ആ പ്രിൻസിപ്പിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകണം എന്നാണ് എനിക്കറിയാം. പക്ഷേ സിറ്റുവേഷൻ ഇപ്പോൾ ചേഞ്ചായി. എന്താണ്? ആ അബാൻഡൻഡ് സ്വാഡ് വാലിയിൽ നിന്ന് പുറത്തുള്ള ആൾക്കാരാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവരിൽ കൂടുതൽ പേരും എപ്പോഴും അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. പിന്നെന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഈ മൈൻഡ് മാറാൻ കാരണം? നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്, ഇതൊരു ഡിഫറൻറ്റ് സിറ്റുവേഷനാണ്. ഇതിന് വേറെയും കുറേ ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ പ്രിൻസിപ്പിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളാരെങ്കിലും കിഡ്നാപ്പ് ചെയ്താൽ ഞങ്ങളുടെ പ്ലാന് മൊത്തം നശിച്ചു പോകും. മാർഷൽ ആർട്സിൻ്റെ നല്ലതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാമെന്ന് നിങ്ങൾ പ്രോമിസ് ചെയ്തതാണ്. പ്ലീസ് നിങ്ങളെ ഈവിലിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കൂ. ഡിവൈൻ ഫിസിഷ്യനാണെങ്കിൽ ഇതൊക്കെ പടം കേട്ടിട്ട് ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ശരി, അങ്ങനെയെങ്കിൽ സൺറൈസിന് മുന്നേ തന്നെ നിങ്ങൾ പ്രിപ്പയറായി നിന്നോ. അതും കേട്ട് ഡിവൈൻ ഫിസിഷ്യനാണെങ്കിൽ അവിടുന്ന് ദേഷ്യത്തിൽ ഇങ്ങനെ നടക്കുക. പെട്ടെന്ന് ആ വൈസ്വാണിൻ്റെ റൂമിൻ്റെ പുറത്താരോ നിൽക്കുന്നത് കണ്ടു. ഉള്ളിലോട്ട് വാ. സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? വാലിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഫോറസ്റ്റിൽ ഇപ്പോഴും സസ്പീഷ്യസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ നമ്പേഴ്സാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം. നിങ്ങൾ മുമ്പ് പ്ലാൻ ചെയ്ത പോലെ തന്നെ അവരെ ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? യെസ്, അവരൊരു പെർഫെക്റ്റ് ബൈറ്റ് തന്നെയാണ്. ഡിവൈൻ ഫിസിഷ്യൻ റെഡി ആയതും നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവും. ഡിവൈൻ ഫിസിഷ്യനാണെങ്കിൽ ദേഷ്യം കൊണ്ട് അവിടെയുള്ള പാത്രങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ എവിടെയൊക്കെ നോക്കിയാലും അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. ആ വുഡാങ് അസറ്റിക്സും പുറത്തുള്ള ആൾക്കാരും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഞാൻ അവരെ റിജക്റ്റ് ചെയ്താൽ പോലും അവരെന്നെ ഫോഴ്സ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകും. എൻ്റെ ഫാമിലി ജനറേഷനായി താമസിച്ചു വരുന്ന ഈ സ്ഥലം ഉപേക്ഷിക്കേണ്ടത് എന്തൊരു ട്രാജഡിയാണ്. പെട്ടെന്നാണ് ഡിവൈൻ ഫിസിഷ്യന് ആ ഷെൽഫിലുള്ള ബുക്കൊക്കെ ഇങ്ങനെ നോക്കിയത്. പ്രിൻസിപ്പിൾ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്കിത് ആവശ്യമാണ്. ആ ബുക്കിലാണെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡിയൊക്കെ വരച്ച് അതിലെന്തോ നോട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഡിവൈൻ ഫിസിഷ്യൻ ബിസിയാണെന്ന്. ഡിവൈൻ ഫിസിഷ്യന് ഇവളെ നോക്കാൻ പോലും കഴിയില്ല എന്ന് നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് പറയുന്നത്? ഇവൾ സീരിയസ് ആയി കിടക്കുകയാണ്. എന്താ കാര്യം? ഹേയ്, അതൊന്നുമില്ല. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് പോയി കണ്ടിന്യൂ ചെയ്തോളൂ. എന്ത് ക്രൂവലാടാ നീ! ഇതുപോലുള്ളൊരു പേഷ്യൻറ്റിനെ ഉപേക്ഷിക്കാൻ പോവുകയാണോ നീ? ഇവളുടെ പൾസ് എന്താ, അത് മോശാവസ്ഥയിലാണോ? ഞാൻ വിചാരിക്കുന്നത് ഇതെനിക്കൊന്നുകൂടി നല്ല രീതിക്ക് നോക്കണമെന്നാണ്. ഇതെന്തായാലും കൂടുതൽ സമയമൊന്നും എടുക്കില്ല. ഞങ്ങളെന്തായാലും ഉള്ളിലോട്ട് പോട്ടെ. ശരി, അങ്ങനെയെങ്കിൽ ഉള്ളിലോട്ട് കയറിക്കോളൂ. അവിടെ കൊണ്ടുപോയി സംഗ്വനെ അങ്ങനെ കടത്തി. നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തോട്ട് നിൽക്കണം. പോട്ടെ, എല്ലാവരും പുറത്ത് പോട്ടെ. നീ എന്താണ് ഈ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്? ഞങ്ങൾക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. യോങ്ങാണെങ്കിൽ പിന്നെ പെട്ടെന്നിട്ട് അലറാൻ തുടങ്ങി. ആ അലർച്ച കണ്ടിട്ടാണെങ്കിൽ അവിടുത്തെ 2 ഗാർഡ്സും ആകെ പേടിച്ചു പോയി. ഒരു ആണെന്ന നിലക്ക് നിനക്ക് നാണമുണ്ടോടാ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ ബോഡി കാണാൻ വേണ്ടി അവിടെ നിൽക്കും? നീ എന്താ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? നീ എന്താ പെട്ടെന്ന് ഇങ്ങനെയായി മാറിയത്? ഇനി എത്ര നേരം നീ അവിടെ തന്നെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്?
അവസാനം ആ 2 ഗാർഡ്സും പുറത്തു പോയി. ഹിയോബോങ് ആണെങ്കിൽ ഡോറും അടക്കുകയും ചെയ്തു. പിന്നെ ഹിയോബോങ് തിരിഞ്ഞു നിന്നൊന്നടി ചിരിച്ചു. കാരണം ഇതൊക്കെ അവരുടെ പ്ലാനായിരുന്നു. എൻ്റെ കീ ലിമിറ്റ് ഏകദേശം കഴിഞ്ഞു. മുമ്പ് ഞാൻ നേച്ചറിൻ്റെ എനർജി ബ്രീത്ത് ചെയ്ത് എൻ്റെ കീ റിക്കവർ ചെയ്യുന്ന സ്പീഡുമായിട്ട് ഇപ്പോഴത്തത് ഒരിക്കലും കമ്പയർ ചെയ്യാനേ പറ്റില്ല. മൂവ്മെൻറ്റ്സ് ഇപ്പോഴും ബാലൻസ് ആയിട്ടില്ല. എങ്കിലും എൻ്റെ അറ്റാക്സൊക്കെ ഇപ്പോൾ 2 or 3 ടൈംസ് സ്ട്രോങ്ങറായി മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, എവല്യൂഷണറി റെലം ലെവലിലുള്ളതിനേക്കാളും ഇപ്പോൾ ഞാൻ കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ട്. ഇത് ശരിക്കൊരു ലക്ക് തന്നെയാണ് ഞാൻ മിസ്റ്റിക് റെലംക്ക് റീച്ച് ചെയ്തത്. ഓ ശരിയാ, എനിക്ക് തീരെ സമയമില്ല. ഞാൻ ഫോക്കസായി ഇരുന്നുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ ടൈം ഞാൻ യൂസ് ചെയ്തു. മൊൻഗ്യും മറ്റുള്ളവരൊക്കെ ഞാനിപ്പോൾ മരിച്ചിട്ടുണ്ടാവുമെന്നാവും വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം. ഈ സ്റ്റോൺ വാളിൽ കൂടെ ഞാൻ എങ്ങനെ കയറി പോവുക? എനിക്കെന്തായാലും ഒരു വഴി കണ്ടെത്തേണ്ട ആവശ്യമില്ല. നോക്കുമ്പോൾ യോണാണെങ്കിൽ ആ സ്വാഡുമേയും കല്ലുമയൊക്കെ ഇങ്ങനെ ചവിട്ടി മേലേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്നാണ് അവിടുന്ന് യോണുണ്ട് സ്ലിപ്പായി താഴേക്ക് വീഴാൻ തുടങ്ങിയത്. അപ്പം തന്നെ അവൻ്റെ ആ സേബർ കുത്തി പിന്നെയും തടഞ്ഞു നിർത്തി. കോപ്പ്. ഒരു ഫുഡ് ഹോൾഡ് ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അതിൻ്റെ മേലേക്ക് കയറാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ കാറ്റിനെ വിലയിരുത്തുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. ക്വിങ് ഗോങ്ങിലെ എക്സ്പേർട്ടായ ഹെഡ് ഗാർഡിയന് പോലും ഇത് ചെയ്യാൻ കഴിയില്ല. എനിക്ക് വേറെ വഴിയില്ല. ഞാൻ എന്തായാലും ഈ സിമ്പിൾ റൂട്ട് കൂടെ തന്നെ പോകേണ്ടി വരും. അതും പറഞ്ഞ് യോണാണെങ്കിൽ അവൻ്റെ ബ്ലാക്ക് സോഡ് സമ്മൺ ചെയ്തു. ഇതിന് കൂടുതൽ സമയം എടുക്കുമായിരിക്കും, പക്ഷേ ഇതാണ് സേഫായിട്ടുള്ള വഴി. ഇപ്പോൾ എന്താ സിറ്റുവേഷൻ? ഡിവൈൻ ഫിസിഷ്യൻ ലീവ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗുഡ്. അവരിപ്പോഴും ഉറങ്ങുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ 5 പേരെ അവരെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതാലോചിച്ച് വറി ചെയ്യണ്ട. ഇനിയും നിങ്ങൾ ആൻഷ്യസ് ആണെങ്കിൽ ഞാൻ പോയി ഒന്നും കൂടി നോക്കിയിട്ട് വരാം. പോയി ഒന്നുകൂടി ചെക്ക് ചെയ്യേ. എന്നിട്ട് സീക്രട്ട് പാസേജിക്ക് വാച്ചേഴ്സിൻ്റെ ഒപ്പം ഡിവൈൻ ഫിസിഷ്യനെയും പാടെ കൂട്ടിക്കൊണ്ടുപോവാ. മെയിൻ സെക്ടത്തെ ശിഷ്യന്മാരൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ. അവർ റിയലൈസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരുപാട് ദൂരം പോയിട്ടുണ്ടാവും. ഇനി അവർ ആ സഫയർ ഗ്രേവ് സ്റ്റോണിനെയും സെക്യൂരിറ്റി സിസ്റ്റത്തിനെയും ഇല്ലാതാക്കുകയാണെങ്കിൽ ആ പുറത്തുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഉള്ളിലോട്ട് കയറിക്കോളും. ഒരു എനിമിനെ യൂസ് ചെയ്ത് മറ്റൊരു എനിമിനെ അറ്റാക്ക് ചെയ്യണതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണിത്. ആ ഗാർഡാണെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ഷെൽറ്ററിൻ്റെ അടുത്തേക്ക് എത്തി. എന്തോ ശരിയല്ലല്ലോ. ആ റൂഫിലുണ്ടാവേണ്ട വാച്ചേഴ്സിനാണെങ്കിൽ ഇപ്പോൾ എവിടെയും കാണാനില്ലല്ലോ. ഇനി അത് അയാൾ ജസ്റ്റ് റൂമിൻ്റെ ഡോറ് തുറന്ന് നോക്കി. അവിടെയാണെങ്കിൽ എല്ലാവരും ഉറങ്ങിക്കൊണ്ട് നിൽക്കുക. അവരെല്ലാവരും ഉറങ്ങിക്കൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ആ വാച്ചേഴ്സൊക്കെ എവിടെ പോയി? ആ ഗാർഡാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോറ് ഫുള്ളായിട്ടുണ്ട് തുറന്നു. അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ അവിടെ കിടക്കുന്നത് മൊത്തം വാച്ചേഴ്സാണ്. വാച്ചേഴ്സോ? അപ്പോൾ ഇവിടെ ഉറങ്ങിയെന്ന് എല്ലാവരും എവിടെ പോയി? ആ സ്ലീപ്പിംഗ് മെഡിസിൻ ശരിക്ക് വർക്കായില്ലേ? എല്ലാവരും എൻ്റെ കൂടെ വരൂ. യെസ് സാർ. പെട്ടെന്ന് തന്നെ അയാൾ ആ ഡിവൈൻ ഫിസിഷ്യൻ്റെ റൂമിൻ്റെ ഡോറൊക്കെ ചവിട്ടി പൊളിച്ച് ഉള്ളിൽ കയറി. നോക്കുമ്പോൾ അവിടെയും കുറച്ച് വാച്ചേഴ്സ് അങ്ങനെ കടന്നുകൊണ്ട് നിൽക്കുക. ഇവരൊക്കെ മരിച്ചു. എന്ത്? ഡിവൈൻ ഫിസിഷ്യൻ പോയി. എല്ലാവരും പോയി ഡിവൈൻ ഫിസിഷ്യനെ കണ്ടുപിടിക്കാൻ നോക്ക്. ഞാൻ വുഡാങ് ബ്ലേഡിലേക്ക് പോവുകയാണ്. എല്ലാവരും മുഴുവനായിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഓർഡർ ഇടുന്നു. യെസ് സാർ. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഡിവൈൻ ഫിസിഷ്യൻ്റെ ഷെൽട്ടർക്ക് കയറാനുള്ള ആ സീക്രട്ട് പാസേജാണ്. സീനിയർ ബ്രദർ, ഇത് തുറക്കാൻ പറ്റണില്ല. കോപ്പ്. വൈസ് വൺ, പേഷ്യൻറ്റിൻ്റെ റൂമിലുണ്ടായിരുന്ന 6 പേരും ഡിവൈൻ ഫിസിഷ്യനെ കാണാനില്ല. ഞങ്ങൾ മുഴുവനായിട്ടും എല്ലാ സ്ഥലത്തും സെർച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സെർച്ചോ? അവർ ഓൾറെഡി ഈ സീക്രട്ട് പാസേജിൻ്റെ എൻട്രൻസ് നശിപ്പിച്ച് എസ്കേപ്പായി പോയി. എന്നിട്ടും നിനക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു അത്? സീക്രട്ട് പാസേജോ? അപ്പോൾ നിങ്ങൾ പറയുന്നത് ഡിവൈൻ ഫിസിഷ്യൻ നമ്മളെ ചതിച്ചു എന്നാണോ? കൺട്രോൾ സിസ്റ്റം ബ്രോക്കായിട്ടുണ്ട്. ഇത് ബ്രേക്ക് ചെയ്യാന്നല്ലാതെ വേറെ ചോയ്സ് ഇല്ല നമുക്ക്. ആ വൈസ് വണ്ണാണെങ്കിൽ സഫയർ സ്റ്റോൺ പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. മാസ്റ്റർ അങ്കിൾ, അവർ ഗൺ പൗഡർ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് പേടിക്കണ്ട. ആ എൻട്രൻസിലും സഫയർ ഗ്രേവ് സ്റ്റോണും കുറച്ച് സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനും ടൈം എടുക്കും. എനിമീസ് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. എനിമീസൊക്കെ ഉള്ളിൽ കയറി. എൻ്റെ പ്ലാൻ. ഗാംറോസു, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തന്നെ നീ ചതിക്കും? അവിടെ ഭയങ്കര സൗണ്ടാണല്ലോ. ആ ബാസ്റ്റേഴ്സൊക്കെ ക്ലിനിക്ക് അതിക്രമിച്ച് കയറിയിട്ടുണ്ടാവും. നീ നല്ല രീതിക്ക് ആക്ട് ചെയ്തുകൊണ്ട് തന്നെ ഡിവൈൻ ഫിസിഷ്യനെ നമുക്ക് പുറത്തിറക്കാൻ കഴിഞ്ഞു. വെൽ ഡൺ. ഒരു ആണെന്ന നിലക്ക് നീ ഭയങ്കര വീക്കാണ്. ഇവളുടെ മസിൽ കാരണം കൊണ്ട് തന്നെ ഓൾറെഡി ഇവൾ സൂപ്പർ ഹെവിയാണ്. അപ്പോഴാണ് ഡിവൈൻ ഫിസിഷ്യൻ എങ്ങനെ ബേഗിയുടെ ഒപ്പം കൂടിയത് നമ്മളെ കാണിക്കുന്നത്. നീയാണ് എന്നെ പുറകിൽ വെച്ച് കൊണ്ടുപോകേണ്ടത്. കോപ്പ്. ഞാനോ?
അല്ലാതെ പിന്നെ എന്നെപ്പോലെ വയസ്സായിട്ടുള്ളൊരു സ്ത്രീ നടക്കണോ? സംസാരിച്ചുകൊണ്ട് നിൽക്കാനൊന്നും സമയമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം. ഓക്കെ. എക്സിറ്റിൽ നോക്കുമ്പോഴാണെങ്കിൽ വലിയൊരു പറയും കൊണ്ട് അത് മൂടിയിക്കാണ്. അതൊരു സ്റ്റോൺ കൊണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നീ അതിനെ പുഷ് ചെയ്യണം. എൽഡർ യോണാണെങ്കിൽ അവളുടെ പവറൊക്കെ യൂസ് ചെയ്തിട്ട് ആ സ്റ്റോണിനെ ഭയങ്കരമായിട്ടാണ് പുഷ് ചെയ്തു. അതോടുകൂടി അത് നേരെ താഴ്ക്കേണ്ടി വീണു. പുറത്താണെങ്കിൽ ഫുൾ എനിമീസാണ്. അതാ അവരവിടെ ഉണ്ട്. കണ്ടിട്ട് അവർ 20 പേരിലും കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ വഴിയൊരുക്കുക, എല്ലാവരും എൻ്റെ പിന്നിലൂടെ വരാൻ നോക്ക്. എൽഡർ യോണാണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴ്ക്കിറങ്ങി എല്ലാത്തിനെയും അരിഞ്ഞ് തള്ളാൻ തുടങ്ങി. എന്നിട്ട് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് എൽഡർ യോണിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് ഒരാൾ വന്നത്. എൽഡർ യോണ് പെട്ടെന്ന് തന്നെ ഒരു സ്ട്രൈക്ക് നടത്തിയതും വേറൊരുത്തം വന്ന് ആ ഗാർഡനെ തള്ളി മാറ്റി. നോക്കുമ്പോൾ പെട്ടെന്നാണെങ്കിൽ എൽഡർ യോണിനെ ആരോ അറ്റാക്ക് ചെയ്തു. അതാണെങ്കിൽ എൽഡർ യോൺ ആ സോഡ് വെച്ചിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. അതാണെങ്കിൽ ആ ഇന്നോണറായ ഓൾഡ് മാനും അവൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സും ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് ഒരു എൻട്രൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചില്ല. ഓ, അതാണോ ഡിവൈൻ ഫിഷ്യൻ? ഡിവൈൻ ഫിഷ്യൻ അങ്ങനത്തെ ഒരു തൈക്കിളവിയാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ആ ഓൾഡ് മാനെ കണ്ടപ്പോഴത്തേനാണ് ഈ ഗ്യൂന് പിന്നെയും ദേഷ്യം വരാൻ തുടങ്ങി. എൽഡർ, ഇത് ബാഡാണ്. ആ ഓൾഡ് മാനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അവൻ്റെ ഒപ്പം നിൽക്കുന്നവനെ കണ്ടിട്ടും സ്ട്രോങ് ആണെന്ന് തന്നെ തോന്നുന്നത്. അവൻ അറ്റ്ലീസ്റ്റ് ഏർലി എവല്യൂഷണറി റെലമെങ്കിലും എത്തിയിട്ടുണ്ടാവും. ആ ഓൾഡ് മാനാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡിയായി നിന്നു. സെക്കൻഡ് ബ്രിഗേഡ് ലീഡർ, ആ 2 പേരെ ഞാൻ നോക്കിക്കോളാം. ബാക്കിയുള്ളവരെയൊക്കെ നീ തീർത്തേക്ക്. എന്നിട്ട് ഡിവൈൻ ഫിഷ്യനെയും കൊണ്ട് ഇവിടുന്ന് പോകാൻ നോക്ക്. യെസ് സാർ. എങ്കിൽ നമുക്ക് തുടങ്ങുകയല്ലേ? ആ ഓൾഡ് മാനാണെങ്കിൽ നേരെ എൽഡർ യോണിൻ്റെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓടി വരികയാണ്. എന്ത് തന്നെ വന്നാലും ഡിവൈൻ ഫിഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഡിവൈൻ ഫിഷ്യൻ്റെ ചുറ്റും 3 പേര് വന്ന് നിന്നു. അപ്പോഴും ഡിവൈൻ ഫിഷ്യനാണെങ്കിൽ ബേഗിയുടെ പിന്നിലാണ്. നീ എന്തിനാ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ? നീ അങ്ങോട്ട് പോകാൻ നോക്ക്. അതും പറഞ്ഞ് ബേഗിയുടെ മുടി പിടിച്ച് വലിക്കാൻ തുടങ്ങി. എൽഡർ യാങ്, ഈ ഓൾഡ് മാനെ ഞാൻ നോക്കിക്കോളാം. നീ ആ മാസ്ക് ഇടാത്തവനെ നോക്ക്. ഓക്കെ. പക്ഷേ എൽഡർ യാങ്ങിൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ ആ ഓൾഡ് മാനോട് വന്ന് നിന്നു. നീ എവിടെ പോവുകയാണെന്നാടാ വിചാരിച്ച്? നിങ്ങൾ 2 പേരും എൻ്റേതാണ്. ആ സെക്കൻഡ് ബ്രിഗേഡ് ലീഡറാണെങ്കിൽ നേരെ ഗ്യൂവിൻ്റെ മുന്നിലേക്ക് വന്നു അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴത്തിന് ഒരു സോഡ് വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്തു. എന്ത്? കീ കൺട്രോൾഡ് സോഡോ? ഇതെവിടുന്നാ? അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സോഡോട് പൊട്ടിച്ചു കളഞ്ഞു. എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ച്? നോക്കുമ്പോൾ ആ ഗാർഡ്സൊക്കെ എന്തോ കണ്ട് പേടിക്കാൻ തുടങ്ങി. ആ സ്റ്റോൺ വാള് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റോൺ വാളോ? അല്ല, അത് വാളല്ല. ആ വാളിലുള്ള സ്വേർഡ്സാണ് ഷെയ്ക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ സ്വേർഡ്സൊക്കെ ആ വാളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആ സ്വേർഡ്സൊക്കെ അതെങ്ങനെ പുറത്തേക്ക് വന്ന്? പിന്നെ നോക്കുമ്പോൾ ആ സ്വേർഡ്സൊക്കെ നേരെ ഇവർക്ക് നേരെ തിരിഞ്ഞ് സ്ട്രൈറ്റ് ആയിട്ടാണ് നിൽക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടിട്ട് ആ ഗാർഡ്സൊക്കെ ആകെ അന്തം വിട്ട് നിൽക്കുക. ആരാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തുകൊണ്ട് നിൽക്കുന്നത്? നോക്കുമ്പോൾ ഹിയോബോങ്ങും സംഗ്വയൊക്കെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഗ്യോൻ തന്നെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾ ആ ആളെങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ആ ആളെ കണ്ടപ്പോഴത്തേനാണെങ്കിൽ അവളാകെ അന്തം വിട്ട് നിൽക്കുക. ഇതെങ്ങനെയാന്നുള്ള രീതിക്ക് നോക്കുമ്പോൾ നമ്മുടെ യോവണ ആകാശത്തേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അവനെ കണ്ടിട്ടാണ് അവരെല്ലാവരും ഞെട്ടി നിൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, തൽക്കാലത്തിന് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. ഞാൻ കൂടുതൽ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ വിഷുവൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്ന സൗണ്ടാണ് ഫുള്ള്. ഇതന്നെ ഗ്യാപ്പിട്ടിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ യോണ് ആ ഓൾഡ് മാനെ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാണാം. അതുപോലെ ആ വുഡാങ് സെക്ടത്തെ ആൾക്കാർ യോണിന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഹൈപ്പും ചെയ്യണം. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.